അൽവാരോ അർബലോവ റിയൽ മാഡ്രിഡിന്റെ ഇപ്പോഴത്തെ മാനേജർ. ആ ഒരു മാനേജർ വന്നപ്പോ പല ആളുകളും പുള്ളിക്കാരെ ഒരു ടോപ്പ് ക്ലാസ് മാനേജർ അല്ല, അല്ലെങ്കിൽ റിയൽ മാഡ്രിഡിന് വേണ്ടത് ഒരു ടോപ്പ് ക്ലാസ് മാനേജർ ആണ്, അർബലോവ ഒരു ടോപ്പ് ക്ലാസ് മാനേജർ അല്ല എന്ന് പല ആളുകളും എഴുതി തള്ളിയിരുന്നു. കാരണം പുള്ളിക്കാരന് ഒരു സീനിയർ ടീമിന് ഇതുവരെ പരിശീലിപ്പിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരന് ഇതാണ് റിയൽ മാഡ്രിഡിന്റെ കാസ്റ്റീയ മാനേജർ ആയിരുന്നു. അവിടെ നിന്നാണ് റിയൽ മാഡ്രിഡിനെ പരിശീലിപ്പിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സീനിയർ മാനേജ് ചെയ്യുന്ന ക്ലബും ഈ റിയൽ മാഡ്രിഡ് ആണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഇയാൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നിലവിൽ ഇപ്പോ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ലാസ്റ്റ് മത്സരത്തിൽ ജയിച്ചല്ലോ. അപ്പൊ പുള്ളിക്കാരന്റെ ഇതുവരെയുള്ള ജേണി എടുത്ത് നോക്കിയാല് അതിൽ പുള്ളിക്കാരൻ ഡിഫീറ്റ് ചെയ്ത കോച്ച് സാധിക്കാൻ നോക്കിയാലേ ഒന്ന് ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് എന്ന് പറയപ്പെടുന്ന പെപ് ഗാർഡിയോള ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും തോൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇനി പെപ്പയെ തോൽപ്പിക്കൽ ഈസി ആണെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ടുള്ള കളിയിൽ പെപ്പ് ആസറിലെ പഞ്ഞിക്കിട്ട് 2-0 കർബാ കപ്പിന്റെ ഫൈനല്. ഓക്കെ, അപ്പൊ ആ കാര്യം പാടി മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഹൊസെ മൊറീനിയോയുടെ ബെൻഫിക്കയെ ഒരു വട്ടം തോറ്റു ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജില്. പക്ഷെ അത് കഴിഞ്ഞ് പ്ലേ ഓഫിൽ വന്നപ്പോ 2 തവണയും ഹോസെ മൊറീനിയോനെ ബെൻഫിക്കന്റെ ഹോമിലും പരാജയപ്പെടുത്തി, റിയൽ മാഡ്രിഡിന്റെ ഹോമിലും പരാജയപ്പെടുത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ഡിയാഗോ സിമിയോണിയുടെ നമ്മുടെ മാഡ്രിഡ് ഡെർബി ചെയ്യുന്നത്. ആ ഒരു ഡെർബി എന്താന്ന് വെച്ചാൽ ക്രൂഷ്യൽ ഗെയിം ആയിരുന്നു. കാരണം ആ ഒരു മത്സരത്തിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ബാഴ്സലോണ റയോ വല്ലക്കാനെ ഏകദേശം 1-0 പരാജയപ്പെടുത്തി ആ ഒരു ടേബിളിൽ ലീഡ് 7 പോയിന്റ് എന്നുള്ള രീതിയിലായി. അപ്പോഴാണ് ഈ ഒരു മാച്ച് വരുന്നത്. ആ ഒരു മാച്ചില് ഈ ലാലിഗയിലെ ആദ്യത്തെ മത്സരം അത്ലറ്റിക്കോയുമായുള്ളത് നമ്മുടെ അത്ലറ്റിക്കോന്റെ ഗ്രൗണ്ടിലായിരുന്നു. അന്ന് 5-2 ആണ് പൊട്ടിയത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു മാഡ്രിഡ് ഡെർബി വരുന്നത്. ആ ഒരു മാഡ്രിഡ് ഡെർബിയിലും പുള്ളിക്കാരന് വിജയം കണ്ടെത്താൻ പറ്റി. 3-2 ഒരു അടിപൊളി വിക്ടറി ആ ഒരു ആരാധകർക്ക് സമ്മാനിക്കാൻ പറ്റി. അപ്പോ നിലവില് അർബലോക്ക്, ഡിയാഗോ സിമിയോണി, പെപ് ഗാർഡിയോള, ഹോസെ മൊറീനിയോ തുടങ്ങിയ ഈ ഒരു ഫീൽഡിൽ കാലങ്ങളായിട്ട് ടൈമുള്ള ആളുകളാണ് പരാജയപ്പെടുത്തിയത്. ഇനി ഏതായാലും വിൻസെന്റ് കമ്പനിയുടെ ബയൺ മ്യൂണിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ വരുന്നുണ്ട്. ഇവർക്കെതിരെയൊക്കെ അർബലോവ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളതും നമ്മൾ കാണേണ്ട അവസ്ഥയാണ്. ഏതായാലും നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.